പേരടാ അതന്നെ. ഇപ്പൊ മെസ്സി ആണോ റൊണാൾഡോ ആണോ എന്ന് ചോദിച്ചേ. നമ്മളിവിടെ വെച്ച് 2 പയ്യന്മാരെ കണ്ടോ, അവന്മാർക്ക് മെസ്സി ആണോ റൊണാൾഡോ ആണോ ഇഷ്ടമെന്ന് ചോദിക്കുന്നു. നിങ്ങൾക്ക് ആരും ഇഷ്ടം പറ. പിള്ളേരുടെ സ്നേഹം പുളിയൊക്കെ കൊണ്ടുവന്ന് തന്നിട്ട് പോയി. ഇല്ല, ഞാൻ സിഗ്മയാണ്. പുളി ഇല്ല കാഴ്ച, ഇതിന് പുളിയില്ല. ഒരു കടി കൂടെ കടിക്കാവോ? ഒരു കടി. അതിനാ സിഗ്മകൾക്ക് ഫീലിംഗ് ഒന്നും ഇല്ലെന്നാണ് നിന്റെ വിചാരം? അയ്യോ, ഞാൻ സിഗ്മ കാഴ്ച. ഹായ്, ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഒറവപ്പാറയിലാണ്. തൊടുപുഴയിലെ തന്നെ വളരെ അടിപൊളിയായിട്ടൊരു സ്ഥലമാണ് ഒറവപ്പാറ. അല്ല ഒറ്റയാനെ, അത്യാവശ്യം ഗോൾഡൻ അവർ ഷൂട്ട്സ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന സ്ഥലം. ഇപ്പോൾ ആ സമയം ഗോൾഡൻ അവർ സമയമാണ്. അതെ, ഇങ്ങോട്ടൊന്ന് കാണിച്ചു കൊടുത്തത്. അത്യാവശ്യം നല്ല സൂര്യൻ നല്ല കത്തി നിൽക്കുന്ന സമയമാണ്. നമ്മളൊക്കെ ഷില്ലൗട്ടിലായി പോയി. അതെ, നമുക്ക് ഇപ്പോൾ നമ്മുടെ ഫേസ് കണ്ടാൽ തന്നെ അറിയാം അതിലേക്ക് തിളങ്ങി നിൽക്കുകയാണ്. അല്ലടാ, ഒന്ന് നോക്കി. അയ്യോ, ഗ്ലാമറസ് ആയിട്ടുണ്ട്. അതെ അതെ, ലുക്കിംഗ് ലൈക്ക് ബ്ലൂ കളർ. പിന്നെ ഇത് ഒറവപ്പാറ എന്ന് പറഞ്ഞൊരു പാറ നമുക്ക് പുറകിൽ കാണാനായിട്ട് പറ്റും. ഇത് അപ്പുറത്തേക്കും ഉണ്ട് ഇങ്ങോട്ടേക്കും ഉണ്ട്. നല്ല അടിപൊളിയായിട്ടൊരു സ്ഥലമാട്ടോ. നമുക്ക് തൊടുപുഴയിലെ തന്നെ അധികം ആൾക്കാരൊന്നും ഇവിടെ കരിമണ്ണിട്ട് വന്ന് എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. അതാണ് ഈ സ്ഥലത്തിൻ്റെ ഏറ്റവും വലിയ രസം. നമുക്ക് വലിയ ശല്യമൊന്നും ഇല്ലാതെ നമുക്കിവിടെ വന്നിരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു അടിപൊളി സ്ഥലമാണ്. നമ്മളിവിടെ വന്നിട്ട് മിക്കവാറും സേവ് റേറ്റുകളെല്ലാം വരുമ്പോഴത്തേനും നമ്മൾ ഷൂട്ട് ചെയ്യാനായിട്ട് വരുന്നൊരു സ്ഥലമാണിത്. പിന്നെ ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു അമ്പലമുണ്ട്. രാത്രിയായിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ ഈ സ്ഥലത്തിന് അതല്ല ഏറ്റവും വലിയ പ്രത്യേകത. അത് തന്നെ, ഐതിഹ്യം മാത്രമല്ല, ഇവിടെ 360 ഡിഗ്രി വ്യൂ കാണാൻ പറ്റും. അതായത് ഇപ്പോൾ വട്ടം തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കാണുന്നത് പുറകിലുള്ള അമ്പലമാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിൽ കാണുന്നതെല്ലാം തൊടുപുഴ ടൗണാണ്. പിന്നെ അങ്ങോട്ടേക്ക് നിന്നിട്ടുണ്ടെങ്കിൽ അവിടെ വഴുത്തല അങ്ങനെയുള്ള സ്ഥലങ്ങൾ. പിന്നെ ഇങ്ങോട്ടേക്ക് കുറച്ച് തിരിഞ്ഞ് നിന്നിട്ടുണ്ടെങ്കിൽ കരിങ്കുന്ന സൈഡ്. അപ്പോൾ നമുക്കൊരു തൊടുപുഴയുടെ തന്നെ ഒരു 360 വ്യൂ കിട്ടുന്ന ഒരു അടിപൊളി സ്ഥലം അത്. നമുക്കിവിടെ പുതുതായിട്ടൊരു റിസോർട്ട് വരുന്നുണ്ട്, പത്മ വില്ലേജ് എന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ സ്ഥലമൊക്കെ വ്യൂ ചെയ്യാൻ വരുന്നവർക്ക് അവിടെ സ്റ്റേ ചെയ്യുകയും ചെയ്യാം. ഞാൻ അതിൻ്റെ ഇനാഗുറേഷൻ്റെ വേണ്ടിയിട്ടൊരു വീഡിയോ എടുക്കാനായിട്ട് ഇന്നലെ പോയിട്ടുണ്ടായിരുന്നു. ഒരു കിടിലൻ ഒരു റിസോർട്ടും കൂടെയാണ്. നമുക്ക് എല്ലാവർക്കും വന്നിട്ട് ചെക്ക് ചെയ്യാവുന്നൊരു സ്ഥലമാണ് കേട്ടോ അത്. ശരി, പിന്നെ പറ, എന്താണ് നിൻ്റെ ഈ സ്ഥലത്തെ പറ്റിയുള്ള അഭിപ്രായം? കുറേ അങ്ങ് ദൂരെയായിട്ട് കാണാനൊരു അമ്പലമുണ്ട്. അത് ഇവിടുത്തെ ഒറവപ്പാറ അമ്പലം എന്ന് പറയും. ഇവിടുത്തെ ഉള്ള കുടുംബങ്ങളിലൊക്കെ കുടുംബക്ഷേത്രമായിട്ട് പറയും. പിന്നെ ഇവിടെ ഒരു ഐതിഹ്യമുണ്ട് ഈ പാറയ്ക്കെന്ന് വെച്ചാൽ, നിങ്ങളെൻ്റെ ബാക്കിലായിട്ടൊരു കുറേ പാറക്കൂട്ടം കാണുന്നുണ്ടോ? അത് പണ്ട് ഭീമൻ എന്ന് വെച്ചാൽ ഹിന്ദു ഐതിഹ്യത്തിൽ ഭീമൻ വന്ന് ചേന പുഴുങ്ങിയൊരു സ്ഥലമായിട്ട് ആണ് കാണുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ചുകൂടെ അപ്പുറത്തേക്ക് പോകുമ്പോൾ വേറൊരു മലയുണ്ട്. ആ മലയിൽ നിന്ന് ഈ മലയിലേക്ക് എടുത്ത് ചാടി ഇവിടെ വന്നിട്ട് ചേന പുഴുങ്ങാൻ വെച്ചാൽ പുള്ളിക്ക് വശന്നപ്പോൾ ആ പാറയുടെ അവിടെ നിന്ന് ചേന പുഴുങ്ങിയെന്നാണ് പറയുന്നത്. പിന്നെ പുള്ളി ചവിട്ടി ഒരു കാൽപ്പാട് അവിടെ ഒരു കുളമായിട്ട് കിടപ്പുണ്ട്. അത് നമുക്ക് പോകുന്ന വഴിക്ക് കാണാം. ഇപ്പം നമ്മുടെ കൂടെ മൂത്താപ്പയുണ്ട്. മൂത്താപ്പ ഹായ്. ഹലോ. ഇതാണ് ആ കുളം. അപ്പോൾ ഇത് കണക്കാക്കുന്നതെന്ന് പറഞ്ഞാൽ ഭീമൻ്റെ കാൽപ്പാടുണ്ട്. ഭീമൻ വന്ന് ഈ പാറ ചവിട്ടിപ്പോൾ അവിടെ താന്നു പോയിട്ട് അവിടെ മഴവെള്ളമൊക്കെ പെയ്ത് പിന്നെ ഉറവയൊക്കെ ഉണ്ടായി ഒരു കുളമായിട്ട് വന്ന രീതിക്കാണ് നമ്മളിതിൻ്റെ ഐതിഹ്യം കണക്കാക്കുന്നത്. ഏകദേശം ഒരു കാൽപ്പാടിൻ്റെ ഷേപ്പൊക്കെയാണ് ഈ കുളത്തിന്. കുളത്തിൽ തവളയുണ്ട് ഗൈസ്. ഇവിടെ നിപ്പുണ്ട്. ഓഹ്, ചൊറി തവള. പിന്നെ അമ്പൽപ്പൂ. ഇവിടെ ആമ്പൽപ്പൂവൊക്കെ ഉണ്ട് ഗൈസ്. പിന്നെ വേണ്ട, അതിനത് പേടികളാ. പമ്പ് ഒത്തില്ല. അയ്യോ, അടിക്കുന്നല്ലേ വീഴാണ്ടിരുന്നാൽ മതിയായിരുന്നു. കഥച്ചു ഗൈസ്. വാട്ട് JCB ഒച്ച വാ. പൊക്ലീൻ. JCB. ഓ, എന്നാ രസാ. കൊള്ളാം. എനിക്കതാ കാരണം. ചോദിച്ചോക്കെ എനിക്ക് പേടിയാ. താനല്ലോടോ മൂത്തത്. ഇതാണ് ഒറവപ്പാറ ക്ഷേത്രം എന്ന് പറയുന്നത്. ഭയങ്കര പാവന പുരാതനമായൊരു അമ്പലമാണ്. പണ്ട് ഭീമൻ വന്നെന്ന് പറയപ്പെടുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ ഭയങ്കര
ഭക്തിയോടെ നടത്തുന്നൊരു സ്ഥലമായിട്ട് ഇത്. പിന്നെ ഇവിടെ കയറി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര രസമാട്ടോ. ഇവിടുത്തെ ആ ഒരു കാറ്റും കാര്യങ്ങളൊക്കെ ഭയങ്കര അടിപൊളിയാണ്. നമുക്ക് വന്നിട്ട് ഒരു നേരം വേണമെങ്കിൽ റെസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടുന്ന് നേരെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൊടുപുഴ ടൗണാണ്. രാത്രിയിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ തൊടുപുഴ ടൗണിൻ്റെ ഏറ്റവും ബെസ്റ്റ് നൈറ്റ് വ്യൂ നമുക്ക് കിട്ടുന്ന സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഉറവപ്പാറ തന്നെയാട്ടോ. ഇതാണ് ഈ ഉറവപ്പാറയുടെ ഏറ്റവും ടോപ്പ് പോയിന്റ് എന്ന് വെച്ചാൽ ഏറ്റവും ഹൈറ്റിലുള്ള പോയിന്റ്. ഇവിടെയാണ് തൊട്ടപ്പുറത്താണ് അമ്പലം വയ്ക്കുന്നത്. നമ്മളിപ്പോൾ അവിടെ പോയി കണ്ടുവന്നത്. പിന്നെ ദേ കാണുന്നത് മൊത്തം തൊടുപുഴ ടൗണാണ്. അവിടുത്തെ ഏറ്റവും വലിയ ടൗൺ ആയത് ആ ഒരു ബാർ. ആ ബാറിൻ്റെ പേരെന്തോ അറിയത്തുള്ളൂ. എനിക്കൊന്നും അറിയില്ല. എന്തായാലും ആ ബാറിൻ്റെ ബിൽഡിംഗ് ആണ് ആ കാണുന്നത്. പിന്നെ ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം അവിടെ ഒക്കെ തീയത്ത് നോക്കിയാണ്. ഇതെല്ലാം ഇവിടെ എല്ലാം സെറ്റിൽമെൻറ്റ്സ് ആണ് കേട്ടോ. അത്യാവശ്യം കുറേ സെറ്റപ്പൊക്കെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളു. പോയി മതിയിടൂ. What is this? സോ ദിസ് ഈസ് എ പാറക്കുളം. നമ്മുടെ കുഞ്ഞിക്കുനൻ സിനിമയിൽ വാസുണ്ണൻ ആ ഇല്ലത്തെ നായികനെ തള്ളി താഴോട്ട് കൊല്ലുന്നത് അത് എവിടെ ആയിട്ടാണ് കേട്ടോ. ഇവിടെ അസ്ഥിയോടെ കിടക്കുന്നുണ്ട് പോങ്ങളെ. അപ്പോൾ ഇതാണ് ഇപ്പോൾ നമ്മൾ ആദ്യം കണ്ട ലൊക്കേഷൻ ഉറവപ്പാറയിൽ കുറച്ചൊന്ന് ഫ്രണ്ടിലേക്ക് അടുത്ത മലയും കൂടെ കയറുമ്പോൾ നമുക്ക് ഈ ഒരു ലൊക്കേഷൻ ഇവിടെ കാണാൻ പറ്റും. അത്യാവശ്യം നല്ല രീതിക്ക് ഒരു വൈബൊക്കെ ഉള്ള സ്ഥലമാണ്. വേണം നമുക്ക് കുറച്ച് ഡ്രോൺ ഷോട്ട്സ് ഒക്കെ കണ്ടു നോക്കാം.